ദാമോദർ പ്രസാദ്, കേരളത്തിൽ ഇപ്പോൾ സമീപകാലത്ത് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ, ബുദ്ധിജീവികൾ, കേരളത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മനസാക്ഷി എന്ന് പറയപ്പെടുന്ന ആളുകൾ, അവരുടെ ഒരു സോഷ്യൽ റോള് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റോള് അതെന്താണ് ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്, കുറേ കാലങ്ങളായി നടക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ എടുക്കുന്ന നിലപാടുകളെക്കുറിച്ച് വളരെ കർശനമായിട്ടുള്ള വിമർശനങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ബുദ്ധിജീവികൾ ഇത്തരത്തിലുള്ള കടുത്ത വിമർശനം അർഹിക്കുന്നുണ്ടോ? കടുത്ത വിമർശനമല്ല, നല്ല വിമർശനം അറിയിക്കുന്നുണ്ട്. കാരണം ഈ നമ്മൾ ബുദ്ധിജീവികളെന്ന് വിളിക്കുന്നത് ആരാണ് നമ്മൾ നോക്കണം. ബുദ്ധിജീവികളെന്ന് കേരളത്തിൽ വ്യവഹരിക്കുന്നത് പ്രധാനമായിട്ടും സാഹിത്യകാരന്മാരെ, എഴുത്തുകാരെ, നോവലിസ്റ്റുകളെ, കവികളെ, അതുപോലെ തന്നെ സാഹിത്യ നിരൂപകരെ, പിന്നെ സർവകലാശാലകളിലും കലാശാല അധ്യാപകരെ, അതായത് നമ്മുടെ കോളേജുകളിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർ, ഇവരെയാണ് നമ്മൾ പൊതുവെ ബുദ്ധിജീവികൾ എന്ന് വിളിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇവർ സ്കോളർഷിപ്പിൻ്റെ വലിയ മികവ് പുലർത്തുന്നവരോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സ്കോളർഷിപ്പ് ഉള്ളവരായിട്ടൊന്നുമല്ല. പക്ഷെ ഇവരാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ആശയങ്ങളുടെ ലോകത്തൊക്കെ തന്നെ ഇവർക്കൊരു സ്വാധീനം ഉണ്ടെന്ന് അല്ലെങ്കിൽ അത്രയും പ്രതീതി സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇവരാണ് നമ്മൾ ബുദ്ധിജീവികൾ എന്ന് വിളിക്കുന്നത്. ഇവരെ ഈ ബുദ്ധിജീവികൾക്ക് വേറൊരു പേരാണ് സാംസ്കാരിക നായകന്മാർ അല്ലെങ്കിൽ സാംസ്കാരിക ദാസന്മാരും. അപ്പോൾ നമ്മൾ മാറി മാറി പ്രയോഗം ഉപയോഗിക്കാം. പക്ഷെ ഇവരൊക്കെ ഏതാണ്ട് ഈ പേരിൽ എല്ലാവരും ഫിറ്റാവും. നമ്മൾ കാലങ്ങളായി കണ്ടുവരുന്ന പ്രവണത വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു വ്യത്യസ്തമായ അനുഭവം നമുക്കുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇൻഡിപെൻഡൻറ്റ് ഇൻ്റലക്ച്വൽ സങ്കല്പം കേരളത്തിൽ പൊതുവിൽ കുറവാണ്. അത് നമുക്ക് പാശ്ചാത്യ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലും കാണുന്ന സ്വതന്ത്ര ബുദ്ധിജീവികൾ എന്ന് പറയുമ്പോൾ അവർ ഇപ്പോൾ എഡ്വേർഡ് സയ്യിദിനെ പോലുള്ള എടുക്കുക. എഡ്വേർഡ് സയ്യിദ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്നു. കൊളംബിയ യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരിക്കെ തന്നെ അദ്ദേഹം നമ്മുടെ ഇസ്രായേൽ എംബസിക്കെതിരെ കല്ലെറിയാൻ പോകുന്ന പ്രധാനപ്പെട്ട ദൃശ്യമുണ്ട്. അപ്പോൾ അവിടെ ആ പൊസിഷനിലിരുന്നുകൊണ്ട് തന്നെ പാലസ്റ്റീൻ കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയും എഴുതുകയും ചെയ്തൊരു ഇതാണ് എസ്റ്റാബ്ലിഷ്മെൻ്റെ ഭാഗമായിട്ടൊരു ഘട്ടം നിന്നില്ല. പക്ഷേ എങ്കിൽ പോലും കൊളംബിയ യൂണിവേഴ്സിറ്റി നടപടി എടുത്തില്ല. കാര്യം അത് അവിടുത്തെ യൂണിവേഴ്സിറ്റി ലിബറൽ ഒരു സ്വഭാവമുള്ളതുകൊണ്ട് കൂടിയായിരിക്കാം. പക്ഷേ എന്താ പറയുക, ഒരു എന്താ പറയുക, ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു ആക്ടിവിസ്റ്റുമാണ്, ഇൻ്റലക്ച്വലാണ്, അങ്ങനെ എല്ലാ മാനങ്ങളും. അതാണ് അദ്ദേഹത്തിന് റെപ്രസെൻറ്റേഷൻ ഇൻ്റലക്ച്വൽ പുസ്തകത്തിലുള്ള ധൈര്യം എന്ന കാര്യം. ഗ്രാംഷ്യൻ സങ്കല്പത്തിൽ ഓർഗാനിക് ഇൻ്റലക്ച്വൽ എന്ന് വിളിക്കുന്ന ഒരാളാണ് എഡ്വേർഡ് സയ്യിദ്. അങ്ങനെ ഒരു ചരിത്രം നമുക്ക് കാണാൻ പറ്റും. റസൽ അങ്ങനത്തെ ബെർട്രാൻഡ് റസൽ ഇപ്പോൾ യുദ്ധവിരുദ്ധമായ നിലപാടെടുക്കാനും വിയറ്റ്നാം സംബന്ധമായ ധൈര്യസമയം നിലപാടെടുക്കാൻ ഒരു മടിയില്ലാതെ അവർക്ക് ആരും ചോദിക്കാനും മടി, അവരുടെ അഭിപ്രായങ്ങൾ പരസ്യം രേഖപ്പെടുത്തി. ഇതേപോലെ ഇപ്പോൾ എപ്സ്റ്റീൻ കേസിൽ ഒരു കുറ്റപരമായ ഒരു പ്രതികരണം, ഒരു വശമുണ്ടെങ്കിലും ചോംസ്കിയും ഇത്തരം നിലപാടുള്ള ആളായിരുന്നു. അങ്ങനെ നമുക്ക് വെസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ ഇൻഡിപെൻഡൻറ്റ് ഇൻ്റലക്ച്വൽസ്. അവർ വ്യവസ്ഥയിൽ നിന്നും അതാത് കാലത്തെ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു ഉന്നതമായ വ്യക്തി. അപ്പോൾ അവരുടെ ശബ്ദങ്ങൾക്ക് വലിയ ആഗോളമായിട്ട് പ്രസക്തിയുണ്ട്. നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്ന മനുഷ്യർ, ഈ കുഞ്ഞു മനുഷ്യർ, കേരളത്തിലെ കുഞ്ഞു ബുദ്ധിജീവികൾ രാഷ്ട്രീയ പാർട്ടികളുടെ സാംസ്കാരിക സംഘടനകളുടെ വിധേയരായിട്ട് ഇങ്ങനെ ജീവിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിയുടെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിനെ പിൻപറ്റി ജീവിക്കുന്നവരാണ് ഇവർ, ഈ പ്രധാനമായിട്ട് ആൾക്കാർ. ഇവർക്ക് ഇവർ സ്വതന്ത്രമായ ജീവിതത്തിൽ നിലപാട് സ്വീകരിച്ചില്ല. ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നതിൽ മുമ്പായിട്ട് നമ്മൾ ചെറിയ കാര്യം പറഞ്ഞാൽ കേരളത്തിൽ സ്വതന്ത്ര ബുദ്ധിജീവി ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പി കെ ബാലകൃഷ്ണനെ പോലൊരാൾ കേരളത്തിലുണ്ട്. പി കെ ബാലകൃഷ്ണൻ പോലൊരു മഹാരഥനായിട്ടൊരു എഴുത്തുകാരൻ. അദ്ദേഹം ഇപ്പോഴാണ് ഏതാണ്ട് തിരിച്ചറിയപ്പെടുന്നത്. പക്ഷേ ജീവിച്ചിരുന്ന കാലത്ത് ഒരു പക്ഷേ അത്ര അംഗീകാരം കിട്ടിയതിന് സംശയമുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി വീട്ടിൽ പോയിരുന്ന ആളല്ല. അതുപോലെ എം ഗോവിന്ദൻ്റെ കാര്യവും അങ്ങനെ തന്നെ പറയാവുന്നതാണ്. നമ്മുടെ ഏറ്റവും അവസാന കാലത്ത് എനിക്കങ്ങനെ തോന്നുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ പുതിയ തലമുറ ആൾക്കാർ പേര് പറയാത്തതിനാൽ ഇപ്പോൾ ജീവിച്ചിരുന്ന ആൾ പേര് പറയാത്ത അങ്ങനെ ആൾക്കാരുണ്ട്. പക്ഷേ അവർ പേര് പറയാത്തതിന് അവർ നമ്മളങ്ങനെ പേര്, പക്ഷേ BRP അങ്ങനെ ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു വ്യവസ്ഥയ്ക്കോ ഒരു ഇതിനും കീഴ്പ്പെടാതെ സ്വന്തമായ അഭിപ്രായം, ഏറ്റവും സൗമ്യവും ഏറ്റവും മാന്യവും ഏറ്റവും ബഹുമാന്യമായ രീതിയിൽ അഭിപ്രായം പറയുന്ന ആളായിരുന്നു. നമുക്കിവിടെ രാജീവ് മാഷും KGS-നെയൊക്കെ ഉൾപ്പെടുത്താം. പക്ഷേ അവരൊക്കെ നെല്ലിൽ വളരെ ആക്റ്റീവായിട്ട് അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരെ നമ്മൾ ആ പേര് പരാമർശിക്കാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. പക്ഷേ വളരെ കുറച്ചാണ്. ബഹുഭൂരിഷം വരുന്ന ആൾക്കാരും ഈ സാംസ്കാരിക സ്ഥാനങ്ങൾ നോക്കുക, ഗവൺമെൻറ് ഒപ്പം നോക്കുക, പവറായിട്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ എനിക്ക് തോന്നുന്നതിനുകൊണ്ട് സാമ്പത്തിക ലാഭമൊക്കെ വളരെ ചുരുക്കമായിരിക്കും. എന്തെങ്കിലും സാധനങ്ങൾ നിസ്സാരം ഓണർഹൃദയം കിട്ടുമായിരിക്കും. പക്ഷേ സാമ്പത്തിക ലാഭത്തേക്കാൾ ഉപരി ഈ അധികാരത്തിൻ്റെ ഒരു സുഖ എന്താ പറയുക, ആ ശീതള ചായയിൽ, ആ പ്രയോഗം ഉപയോഗിക്കുന്ന ശീതള ചായയിൽ നിൽക്കുന്നതിൽ കിട്ടുന്നൊരു സൗകര്യവും സുഖവും ഉണ്ടല്ലോ, ഇതാണ് ഇവരെ ഇതാക്കുന്നത്. അതുപോലെ ഏതെങ്കിലും നോൺ എൻറ്റിറ്റി ആയിട്ട് കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഈ പ്രത്യേക നോൺ എൻറ്റിറ്റീസ് എന്ന് വിളിക്കാം. പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യാത്ത സ്ഥാപനങ്ങൾ, അതിൻ്റെയൊക്കെ തലപ്പത്ത് പോയിരിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട കാര്യം. ഇതിനു വേണ്ടിയാണ് മത്സരിക്കുന്നത് തന്നെ. അപ്പോൾ ഇത്തരം കുറേ ആൾക്കാർ കേരളത്തിലുണ്ട്. ഇവരാണ് പൊതുവിൽ ഇവർക്ക് ആ പാർട്ടിയെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ ബന്ധപ്പെട്ട് ഇവർക്ക് കുറേ ആരാധക വൃന്ദങ്ങളുണ്ട്. ഇവരെ ഇത് പ്രചരിപ്പിക്കുന്നത്. ഇവർ വീഡിയോ ചെയ്യുന്നു, എഴുന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ഇവരാണ്. പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് ഇവരുടെ അതാത് കാല നിലപാട് എങ്ങനെയാണ് അധികാര വ്യവസ്ഥയ്ക്ക് വേണ്ടി സംസാരിക്കുക, അധികാര വ്യവസ്ഥ നിലനിർത്താൻ വേണ്ടി എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ അകത്ത് എങ്ങനെയാണ് അവർക്ക് അവരുടേതായ ഒരു സൗകര്യം കണ്ടെത്താൻ പറ്റുന്നതാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, ഒരു പല ആൾക്കാർ ഫാസ്റ്റ് വിരുദ്ധനാണ്, മോഡി വിരുദ്ധനാണ്. തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചോളം കേരളത്തിൻ്റെ അകത്ത് അതിൻ്റെ ഒരു സ്വാധീനം ഞാൻ ഇവർക്കല്ല അതിനെ ക്രെഡിറ്റ് കൊടുക്കണം. കേരളത്തിൻ്റെ രാഷ്ട്രീയ പൊതുബോധത്തിലും കേരള പൊതുസമൂഹത്തിലും അതിശക്തമായിട്ട് സംഘപരിവാർ വിരുദ്ധതയുണ്ട്.
അതൊരു വായനാ സമൂഹം കേരളത്തിലുണ്ട്. ആ വായനാ സമൂഹം ഇടതുപക്ഷ വായനാ സമൂഹമാണ്. അത് ഈ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയെന്നാണ്. കേരളത്തിൽ അങ്ങനെ ഒരു വായനാ സമൂഹവും ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അവരെ കേട്ടറിയാല്ലെങ്കിൽ അവർ ചരിത്രം പുറത്താവും. അതുകൊണ്ടാണ് അവർക്ക് ഈ ഫാസ്റ്റ് ഫുഡ് നിലപാട് പലപ്പോഴും എടുക്കുന്നത്. അത് വളരെ അഭികാമ്യമാണ്, സ്വീകാര്യമായ നിലപാട്. പക്ഷെ അവർ ഫാസ്റ്റ് ഫുഡ് നിലപാട് എടുക്കുന്നതിന് കാരണം ഇത്തരം മാർക്കറ്റ് അവിടെ നിൽക്കുന്നു. യഥാർത്ഥത്തിൽ അതിൽ സത്യസന്ധതയുണ്ടോ? ഇപ്പോൾ സമീപകാലത്ത് ഞാൻ വായിച്ചു നോക്കിയ ഒരു പുസ്തകമാണ് എരിക്കിൻ തീ എന്ന് പറഞ്ഞിട്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിലോസഫി പ്രൊഫസറായിരുന്ന PK പോക്കറാണ് അത് എഴുതിയത്. അദ്ദേഹം വളരെ പരസ്യമായിട്ട് വളരെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ചില ബുദ്ധിജീവികളുടെ പേര് അതിൽ പറയുന്നുണ്ട്. അതിലൊന്ന് സുനിൽ പി ഇളയട എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ പറയുന്ന തരത്തിലെ ഇടതുപക്ഷത്തുള്ള ആളുകളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ വിശദീകരണ പ്രകാരം വളരെ തികഞ്ഞ ഒരു എലീറ്റിസ്റ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടാണ്. താഴേക്കിടയിലുള്ള സമൂഹങ്ങളോടുള്ള ഒരു പരമപുച്ഛം കാണുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു തരം ഒരു മുഖം മൂടിയിട്ട സംഘപരിവാര ആഭിമുഖ്യം ഇടതുപക്ഷത്തിൻ്റെ രൂപത്തിൽ വരുന്നതായിട്ട് ഒരാരോപണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ. ഈ സംഘപരിവാറുമായി ബന്ധപ്പെട്ടൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കേരള ബുദ്ധിജീവികളെ ഞാൻ അതിനെക്കുറിച്ച് വേറെ ഇതിലും കാണാം. കേരള ബുദ്ധിജീവികളെ ഒരുപക്ഷെ ഈ ബുദ്ധിജീവികൾ തമ്മിലുള്ള മത്സരത്തിൽ ഒരാളെ സംഘി ചാപ്പ് കുത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അയാളുടെ ഒരു ഇടിവുണ്ടാവും. അതൊക്കെ പൊതുവിൽ ബുദ്ധിജീവികൾ അങ്ങോട്ട് മത്സരിക്കാൻ ഉപയോഗിക്കുന്ന കാര്യം. ഞാൻ ഈ പോക്കർ മാസ്റ്റർ പുസ്തകം കുറിച്ചിട്ട് ഞാൻ ആ പുസ്തകം വായിച്ചിരുന്നു. അതിൽ പോക്കർ മാസ്റ്റർ ഉന്നയിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭമുണ്ട്. അത് CPM-മായി ബന്ധപ്പെട്ടുണ്ടായ സ്വത്വവാദവും വർഗരാഷ്ട്രീയം തമ്മിലുള്ള ഒരു രാഷ്ട്രീയ ചേരിതിരിവിൻ്റെ ഒരു ഘട്ടത്തിൽ P. രാജീവൊക്കെ നേതൃത്വം കൊടുത്താണ്. ആ സമയത്താണ് എറണാകുളം, കൃത്യമായും P. രാജീവാണ് എറണാകുളത്ത് നിന്നാണ് ആ വിമർശനം മാതൃഭൂമിയിൽ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് മാസ്റ്റർ അനുഭവങ്ങളാണ് പറയുന്നത്. ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിച്ച കാര്യം അത് കൂടുതൽ എന്ന് വെച്ചാൽ മാസ്റ്റർ വ്യക്തിയുടെ അനുഭവമാണ്. അതിൻ്റെ അകത്ത് നമുക്ക് അഭിപ്രായം ഉണ്ടായിരിക്കാം. പക്ഷെ കേരളത്തിൽ ഈ വർത്തമാന സ്ഥിതിയിൽ നമ്മൾ പല ആൾക്കാരും ആദരണീ എന്ന് വിളിക്കുന്ന ആൾക്കാർ പോലും CPM അല്ലെങ്കിൽ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടിയുടെ പിന്താങ്ങികളായി നടന്നവരാണ്. ഇവർ കേരളത്തിൻ്റെ അകത്ത് ഈ കേരളത്തിന് VS അച്യുതാനന്ദനെയും പിണറായി വിജയൻ്റെയും തമ്മിലൊക്കെയുള്ള ഫാക്ഷണിസം ഉണ്ടായിരുന്ന കാലത്ത് ഇവർ പ്രകടമായ പക്ഷത്തുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞവരാണ്, അതിനുവേണ്ടി പ്രവർത്തിച്ചവരാണ്. കേരളത്തിൽ പലതരത്തിലുള്ള അഴിമതി ആരോപണം ന്യായീകരിച്ചവരാണ്. അതെങ്ങനെ ഭൂതകാലം വിസ്മരിക്കാൻ പറ്റുക? അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചരിത്ര ആൾക്കാർ അങ്ങനെ അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിലെ പിൻപറ്റി നിന്ന് അതിൻ്റെ അധികാര സ്ഥാനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കളുടെ കൂടെ നിന്ന് ജീവിച്ചവരാണ് പല ആൾക്കാരും. അത് ഇന്നും തുടരുന്നു. ചില ആൾക്കാർക്ക് പിന്നീട് അതിന് അകന്നു പോയതിനു ശേഷം ജനാധിപത്യത്തിൻ്റെ മൂല്യം മനസ്സിലാവുകയും അവർ അതിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളിത് കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഈ 10 വർഷം ഗവൺമെൻറ്റിനകത്ത് നമ്മൾ കണ്ട കാര്യം, ഫേസ്ബുക്കുകളിൽ നമ്മൾ കേരളത്തിലെ ഏറ്റവും അധിക്ഷേപകരമായിട്ടുള്ള പോസ്റ്റിട്ട പലരുടെയും തതുല്യമായുള്ള ഏറ്റവും അധിക്ഷേപ പോസ്റ്റിട്ടവർ നമ്മുടെ സാംസ്കാരിക ഇവർ എഴുത്തുകാരാണ്. അതായത് സ്വന്തമായിട്ട് ഞാൻ ഇവരൊക്കെ ബഹുമാനിക്കുന്നുണ്ട്. പല ആൾക്കാരും നല്ല എഴുത്തുകാരാണ്, കാര്യം ഭാഷാസിദ്ധിയുള്ളവരാണ്, നല്ല കഥകൾ എഴുതിയിട്ടുള്ളവരാണ്, നല്ല നോവലുകൾ എഴുതിയിട്ടുള്ളവരാണ്. പക്ഷേ ഇവർ ഫേസ്ബുക്കിൽ എത്തുന്ന സമയത്ത് ഇവർക്ക് ഇവരുടെ ഓഡിയൻസിന് വേണ്ടി അല്ലെങ്കിൽ ഇവരെ സൂചിപ്പിക്കാൻ വേണ്ടി ഏറ്റവും മോശപ്പെട്ട കേരളത്തിൽ ഒരു എഴുത്തുകാരൻ, ലോകത്തൊരു എഴുത്തുകാരൻ പറയുന്ന ഏറ്റവും നിന്ദ്യമായ വാക്കുകളിൽ ആൾക്കാരെ അധിക്ഷേപിക്കും. അത് വിമർശനമൊന്നല്ല, ആൾക്കാർ അതിനെ പുകഴ്ത്താൻ ഇതേപോലുള്ള കുറേ ഇതേ സമാനമായിട്ട് ഈ ബോധമുള്ള കുറേ ആൾക്കാരുണ്ട്. ഇങ്ങനെ അത് കഴിഞ്ഞ 10 വർഷം നമ്മൾ കണ്ടുവരുന്ന പ്രവണതയാണ്. അതൊരു അടിമപ്പെട്ട് വിധേയരായി ജീവിക്കുന്ന ഒരു ബുദ്ധിജീവി സമൂഹം എന്ന് പറഞ്ഞാൽ, ഞാൻ വീണ്ടും ബുദ്ധിജീവികൾ അങ്ങനെ അതിൽ എഴുത്തുകാരുണ്ട്, സാംസ്കാരിക പ്രവർത്തകരുണ്ട്, ഈ യൂണിവേഴ്സിറ്റി കലാശാല അധ്യാപകരുണ്ട്, ജേർണലിസ്റ്റുകൾ, ഇങ്ങനെ ഒരു വിഭാഗം. ഇവരൊക്കെ തന്നെ കുഴലൂത്തുകാരായിരുന്നു. ഇപ്പം നമ്മൾ കണ്ടുവരുന്ന പ്രവണത, അത് സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഗവൺമെൻറ് മാറി CPM ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് ദുർബലപ്പെട്ടുകൊണ്ട് എന്താ ഇടതുപക്ഷം ദുർബലപ്പെട്ടു എന്ന് ഇടതുപക്ഷ രാഷ്ട്രീയ ബന്ധപ്പെട്ട ആൾക്കാർ അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉള്ളിൽ നിന്ന് വിമർശനം ഉന്നയിക്കാൻ പാടില്ല. പക്ഷേ അതൊക്കെ കൈയൊഴിഞ്ഞ് പുതിയൊരു ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിനെ പ്രകീർത്തിക്കുന്ന മട്ടിലേക്ക് മാറിയിട്ടുണ്ട് പല ആൾക്കാരും. ഈ ടെലിവിഷൻ ചാനലിൽ തന്നെ കഴിഞ്ഞ 10 വർഷം ഞാൻ ചില ജേർണലിസ്റ്റുകളുടെ പേര് പറയുന്നത്, മുതിർന്ന ജേർണലിസ്റ്റുകൾ തന്നെ നമ്മൾ കാണുന്ന കാര്യത്തിന് അവരുടെ നിരീക്ഷണം രാഷ്ട്രീയ നിരീക്ഷണപരമായ രസമാണ്. അപ്പോൾ സാറൊക്കെ രാഷ്ട്രീയ നിരീക്ഷണം, പൊതുവിൽ രാഷ്ട്രീയം സാറിനെ പോലെ നിരീക്ഷണ സമയത്ത് രാഷ്ട്രീയത്തിൻ്റെ പ്രോസസ്സുകളെ കുറിച്ചാണ് പറയുക, അതെങ്ങനെയാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. ഞാനൊരു മുതിർന്ന രാഷ്ട്രീയ ഒരു നിരീക്ഷണം കണ്ട് അദ്ദേഹം പറയും, ഞാൻ മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കൂടെ മീൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം തന്നെ. നിങ്ങൾ നോക്കിയ വ്യക്തിപരമായ ഒരു തവണ ഈ ഉമ്മൻചാണ്ടി ബന്ധപ്പെട്ട് അങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ ഓർക്കുന്ന കാര്യം, PC വിഷ്ണുനാഥ് എന്ന് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഡിഫൻസ് ഉമ്മൻചാണ്ടിക്ക് വേണ്ട, നിങ്ങൾ രാഷ്ട്രീയം പറയും, വ്യക്തിപര ബന്ധത്തിന് ഇതൊന്നും വേണ്ട പറഞ്ഞു. ഇപ്പോഴും ഇത്തരം വ്യക്തിപരമായ കാര്യങ്ങളാണ്. ശബരിമലയുടെ സമയത്ത് ഞാൻ അങ്ങനെ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് തികച്ചും ഈ ആൾക്കാർ പണം വാങ്ങിയിട്ട് മന്ത്രിയെ കാണാൻ ഏർപ്പാടാക്കുന്ന ആൾക്കാരാണ് കേരളത്തിൽ. അല്ല, അത്തരം സംഗതികളുണ്ടാവും. അത് ഉപജീവനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അല്പം സമ്പത്ത് കിട്ടുമെന്ന് കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടാവും. പക്ഷേ പ്രശ്നം അവിടെയല്ല. കേരളത്തിലെ ബുദ്ധിജീവി സമൂഹത്തിനകത്ത് നമ്മൾ കഴിഞ്ഞൊരു 10, 30, 40 വർഷത്തെ ഒരു ഹിസ്റ്ററിയും കൂടി ഇത് നോക്കണം. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ആളുകൾ പൊതു സമൂഹ വിഷയത്തിൽ ശക്തമായിട്ട് ഇടപെട്ട് വരുന്നത് 57-ലെ വിമോചന സമരവും അതിന് ശേഷമുള്ള കാലത്തുമാണ്. അന്ന് M. ഗോവിന്ദനെ പോലുള്ള ആളുകൾ, CJ തോമസിനെ പോലുള്ള ആളുകൾ,
കുറെ കർശനമായ നിലപാടുകൾ എടുത്തിരുന്നു. ആ ഒരു ട്രഡീഷൻ അവരെയൊക്കെ കൈകാര്യം ചെയ്ത രീതിയും CIA ഏജന്റുമാരെന്ന മട്ടിൽ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ സത്യത്തിൽ സാംസ്കാരിക രംഗത്ത് ഒരു ഭീകരതയുടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി, അല്ല വേറെ ആരെങ്കിലും ആണോ? എന്താണ് അതിന് പിന്നാലെ? അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യഘട്ടത്തിൽ നമുക്ക് കാണുന്ന സമയത്ത് കേരളത്തിൽ ഒരുപാട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇൻ്റലക്ച്വൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഇതരമായ ബുദ്ധിജീവികളുടെ ഒരു ധാര ഉണ്ടായിരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തും സ്വതന്ത്രമായി ചിന്തിക്കാനും അതിൻ്റെ ഒരു ആശയധാര ഉണ്ടാക്കിയവരൊക്കെ ഉണ്ട്. ഞാൻ അവരെ വളരെ ബഹുമാനപൂർവ്വമാണ് കാണുന്നത്. നമ്മൾ ശ്രദ്ധിക്കുന്നത് കേരളത്തിൽ നല്ലൊരു ധൈഷണ പാരമ്പര്യമുണ്ട്. ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ കേസരിയുടെ പാരമ്പര്യം 1935 പറ്റിയാണ്. അന്ന് RS രൂപീകരിച്ചായിട്ട് 10 വർഷം കഴിയുമ്പോൾ RSനെതിരെ വളരെ കൃത്യമായിട്ട് വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. RSനെ കുറിച്ചിട്ട് അന്ന് കേരളത്തിൽ ഒരു മനുഷ്യ അങ്ങനെ വിമർശനം കാര്യം MK സാനുവിൻ്റെ കേസരിയെക്കുറിച്ചുള്ള ജീവിതത്തെ അത് കൂട്ടിയുന്നുണ്ട്. അന്ന് തന്നെ ദീർഘവീക്ഷണത്തോടെ കാണാൻ വരും. അപ്പം അങ്ങനെ വിമർശനധാര കേരളത്തിലുണ്ട് സ്വതന്ത്രമായി. അദ്ദേഹത്തെയാണ് ബൂർഷ പണ്ഡിത വിളിച്ചത്. അങ്ങനെ കേരളത്തിൽ അത്തരമൊരു ധൈഷ്ണിക ധാരയും സ്വതന്ത്രമായിട്ട്, ഞാൻ പറഞ്ഞത് മാർക്സിസ്റ്റ് ധൈഷ്ണിക ധാരയിൽ പോലും അവർ മാർക്സിസ്റ്റുകളായിട്ടുള്ള ചിന്തകരൊക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം മാർക്സിസ്റ്റ് പാർട്ടിയെ ബന്ധപ്പെട്ടവരുടെ രാഷ്ട്രീയം അവർക്ക് കാഴ്ചപ്പാടുണ്ട്. കാര്യം പാർട്ടി പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അപ്പോഴും ഈ വ്യക്തിയോടോ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനോട് വിധേയപ്പെട്ടല്ലോ അഭിപ്രായം പറയേണ്ടത്. അവർ പറയേണ്ട ആ ഇടതുപക്ഷ രാഷ്ട്രീയ ബന്ധപ്പെട്ട് അതിൻ്റെ പ്രസക്തിയെ പറയേണ്ടത്. അതല്ല, ഈ വിഭാഗീയതയിൽ പോലും പങ്കുവഹിച്ചവരാണ്. ഈ 10 വർഷത്തിൽ ഞാൻ വീണ്ടും ഒരു 10 വർഷം നമ്മുടെ കൂട്ടിലും മൂർത്തമായി കാണിച്ചു തന്നു. ആ മൂർത്തമായി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ സർക്കാർ 3ാം തവണ മത്സരിക്കുന്നു, 3ാം തവണ തിരിച്ചു വരാനുള്ള കാര്യങ്ങളുടെ സമയം ജനാധിപത്യത്തിൻ്റെ പല ആൾക്കാരും സച്ചിദാനന്ദ വേറൊരു അഭിപ്രായം പറഞ്ഞു. നമുക്കത് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. വേറൊരു അഭിപ്രായം പറഞ്ഞു. കാര്യം ഈ 3ാം തവണ വരെ ജനാധിപത്യത്തിന് വളരെ ദോഷകരമായിരിക്കുന്നു. ആ സച്ചിദാനന്ദനെ വിമർശിച്ച പല ആൾക്കാരും, പല ബുദ്ധിജീവികളും ഇന്ന് CPMൻ്റെ പരാജയത്തെക്കുറിച്ചിട്ട് പറയുന്നത് സമരത്തെ അവഗണിച്ചു എന്നാണ്. ഇവരെന്തായാലും ആശയസമരം നടന്ന സമയത്ത് ഇവരുടെ അഭിപ്രായം എന്തായിരുന്നു? ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം നമ്മുടെ TT ശ്രീകുമാറിനെ പോലുള്ള ആളുകൾ ഇങ്ങനെയുള്ള നിലപാടുകൾ പറയുന്നത് കേട്ടു. സത്യത്തിൽ സമരങ്ങൾ അവഗണിച്ചു എങ്കിൽ സമരങ്ങളെ പെട്ടെന്ന് ഒരു ദിവസം അവഗണിക്കാൻ കഴിയില്ല. നിങ്ങൾ ദീർഘകാല പ്രോസസ്സാണ്. ആ സമയത്ത് ആ തരത്തിലുള്ള ഒരു ഇടതുപക്ഷത്തിൻ്റെ അടിസ്ഥാനപരമായ സമീപനം മാറിയിട്ട് മറുഭാഗത്തേക്ക് പോവുകയാണ് എന്ന് ചുമതല അത് എന്താ പറയുക ചൂണ്ടിക്കാണിക്കാൻ ചുമതല എഴുത്തുകാർക്കില്ലേ? എഴുത്തുകാർക്കുണ്ട്, ഈ പറഞ്ഞ ബുദ്ധിജീവികൾക്കുണ്ട്, അക്കാദമികൾക്കുണ്ട്. ഇവരൊക്കെ തന്നെ ഫേസ്ബുക്കുകളിലും മറ്റ് സജീവ സമയത്ത് എന്ത് വിമർശനം ഉന്നയിച്ച് നമുക്കൊന്ന് കാണിച്ചു തന്നായിരിക്കും. ഇന്ന് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇടതുപക്ഷ തിരിച്ചവരനെ കുറിച്ചും ഇന്നിപ്പോൾ ഇടതുപക്ഷത്തിന് പറ്റി തെറ്റുകളെക്കുറിച്ച് CPIനെ കുറിച്ച് തെറ്റുവരുന്ന സമയത്ത് ഇത് CPI നടത്തുന്ന വിമർശനം പോലെ എനിക്ക് തോന്നുന്നു. CPIക്കാണ് സ്വഭാവമുള്ള കാര്യം ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയും 1-2 ചില അഭിപ്രായം രേഖപ്പെടുത്തി എന്നല്ലാതെ ഭാഗമായി നിൽക്കുകയും എല്ലാ സൗകര്യവും നേടുകയും എന്ത് വിമർശനം നടത്തുന്ന കാര്യം ആ വിമർശനം തുറന്ന് വിമർശിക്കാൻ എന്നിട്ട് അതുമില്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വിമർശനം നടത്തുന്നത്. അതാണ് അതിൻ്റെ അകത്തൊരു തുറന്ന വിമർശനത്തിലേക്കൊന്നും പോകുന്നത്. ഈ പല ബുദ്ധിജീവികളും കേരളത്തിൽ TP ചന്ദ്രശേഖരൻ രക്ഷാഴ്ച സമയത്ത് എന്ത് നിലപാടെടുത്തിട്ടുള്ളത്? കേരളത്തിൽ പ്രതികരിക്കേണ്ട വിഷയം, കേരള സമൂഹം ഒന്നടങ്കം പ്രതികരിച്ച വിഷയമാണ്. കേരളത്തിലെ സ്വതന്ത്രമായ മനുഷ്യന്മാരും സാധാരണ മനുഷ്യരും പ്രതികരിച്ച വിഷയത്തിൽ ഈ ബുദ്ധിജീവികൾ എന്തായാലും വേറെ ആൾക്കാരെ കൊണ്ട് പ്രേരിപ്പിച്ചോ എന്ത് പ്രതികരണം നടത്തിയിട്ടുള്ളത്? അങ്ങനെ പല ആൾക്കാരും കേരള സമൂഹത്തിൽ നമുക്ക് അറിയാൻ പറ്റും. ഇവരുടെയൊക്കെ കാപട്യം കേരള സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരൊന്നും അടിസ്ഥാനമായിട്ട് ജനാധിപത്യപരമായ മൂല്യം എന്ന് പറഞ്ഞാൽ ഈ സഹിഷ്ണുത, മറ്റുള്ളവരെ ആശയത്തെ റെസ്പെക്റ്റ് ചെയ്യുന്ന കാര്യം, സ്വന്തം അഭിപ്രായം മറ്റുള്ളവരെ അഭിപ്രായം റെസ്പെക്ട് ചെയ്യുക, അതുപോലെ ഇവിടുത്തെ സമരങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കുക തുടങ്ങിയിട്ടുള്ള ഒരു മൂല്യം. കീഴാള രാഷ്ട്രീയം എന്ന് അടിവരിട്ട് പറഞ്ഞുകൊണ്ട് ഒരു കീഴാള രാഷ്ട്രീയ വക്താവ് ആവണമെന്നില്ല. ആ രാഷ്ട്രീയത്തോട് നിങ്ങൾ എങ്ങനെ ആഭിമുഖ്യം പുലർത്തുന്നുള്ളത് നിങ്ങളുടെ ചിന്താധാരയിൽ ഉണ്ടായിരിക്കും, നിങ്ങളുടെ എഴുത്തിലുണ്ടായിരിക്കും. കാര്യം കേരളത്തിൽ ഈ ചെങ്ങറ സമരം നടന്ന സമയത്ത് എത്ര ബുദ്ധികൾ എന്നെ പിന്തുണച്ചിട്ടുണ്ട്? അന്ന് കീഴാള രാഷ്ട്രീയം പറയുന്ന എത്ര ബുദ്ധികൾ ഇന്ന് ചെങ്ങറ സമരത്തെ പിന്തുണച്ചിട്ടുണ്ട്? കാര്യം അന്ന് VSൻ്റെ ഒക്കെ ഭരണകാലത്ത് ചെങ്ങറ സമരത്തിന് VSന് നിലപാടുണ്ടായിരുന്നു, ഒരുപക്ഷെ പിണറായിക്ക് നിലപാടുണ്ടായിരുന്നു. പിണറായിയാണ് അവരും ആവശ്യമെന്ന് വിളിച്ചത്. എത്രയോ നിലപാട് പിരിഞ്ഞു. അപ്പോൾ നമ്മൾ സമരം നടക്കുന്ന സമയത്ത് ആ സമരത്തിൽ പങ്കെടുക്കുന്ന ജനത ഏതാണെന്ന് നോക്കി ആ നിലപാടെടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് എത്ര പേര് ചെയ്തിട്ടുണ്ട്? ഈ മുത്തങ്ങ സമരം തന്നെ, മുത്തങ്ങ വെടിവെപ്പിൻ്റെ സമയത്താണ് ആ ഘട്ടത്തിലാണ് പല ആൾക്കാർ പ്രതികരിക്കുക. മുത്തങ്ങ വെടിവെപ്പിന് ശേഷമാണ് പ്രതികരിക്കുക. അത് രാഷ്ട്രീയമായിട്ട് CPIന് ഗുണം ചെയ്തുകൊണ്ടാണ് പ്രതികരിച്ചത്. ആ ആദിവാസി ഗോത്ര മഹാസമരം എന്ന സമയത്ത് എത്ര പേര് പ്രതികരിച്ചിട്ടുണ്ട്? ഒരാളും പല ആൾക്കാരും നിശബ്ദം പാലിക്കുകയത്. ഇങ്ങനെ കേരളത്തിൽ കണ്ടുവരുന്ന ഈ പ്രവണത അധികാര രാഷ്ട്രീയം ബന്ധപ്പെട്ട് കൂടെ നിന്ന് അതിൻ്റെ സൗകര്യം പറ്റിക്കൊണ്ട്, അതായത് സ്വതന്ത്രമായ നിലപാട് പലപ്പോഴും ഇല്ലാതിരിക്കുക. ആ സ്വതന്ത്രമായ നിലപാട് ഇല്ലാത്തതിന് കാരണം നമ്മൾ ഇന്നത്തെ രാഷ്ട്രീയം പറയുന്നത് കീഴാള പരിപ്രേക്ഷ്യം എന്ന് പറഞ്ഞാൽ സൈദ്ധാന്തികമായ കാര്യമില്ല, അത് അനുഭവത്തിലും അത് ജനാധിപത്യ ബോധത്തിലേയും കൊണ്ടുവരാൻ പറ്റുമ്പോഴാണ് കീഴാള നിലപാടാവുന്നത്. ആ നിലപാട് പലപ്പോഴും നമ്മുടെ ബുദ്ധിജീവികൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു ഒരു കാര്യമായിട്ട് കാണാൻ പറ്റും. പല സമയങ്ങളിലും ഇത് പ്രകടമായിട്ട് വരുന്നുണ്ട്. അത് ആവർത്തിക്കുന്നു. ഏറ്റവും ഇത് മൂർധന്യാവസ്ഥയിലെത്തിയത് ഒരുപക്ഷെ ഈ 10 വർഷം ഗവൺമെൻറ്റൊക്കെയാണ്. അല്ല, ഈ കീഴാളരടക്കമുള്ള ആളുകളുടെ ഒരു വിഷയം യഥാർത്ഥത്തിൽ കീഴാള സമൂഹത്തിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പുതിയ ഇൻ്റലക്ച്വൽസ് വരുന്നുണ്ട്.
എനിക്ക് തോന്നുന്നത് ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്ന്, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒക്കെയുള്ള പുതിയ റൈറ്റേഴ്സ്, പുതിയ എഴുത്തുകാർ, പുതിയ ചിന്തകർ കേരളത്തിൽ ഏറ്റവും ശക്തമായ നിലപാടുകൾ എടുക്കുന്ന ആളുകളാണ്. അപ്പം അത്തരത്തിലുള്ള ആളുകൾ കൂടുതൽ കർശനമായ പൊസിഷൻസിലേക്ക് പോകുന്നുമുണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള എന്താ പറയുക, തങ്ങളുടെ ഒരു എന്താ പറയുക രാഷ്ട്രീയമായ നിലനിൽപ്പിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ഇങ്ങനെ നിലപാടെടുക്കുന്ന ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ എക്സ്പോസ് ചെയ്യപ്പെടുക എന്ന ഒരു അന്തരീക്ഷം ഉണ്ടായില്ല. കാരണം താഴേന്ന് അതിശക്തമായിട്ടുള്ള പുതിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരു വിമർശനം ഉയർന്നു വരുന്നുണ്ടോ കാര്യത്തിൽ എനിക്കൊരു അതായത് ഈ ഒരു യാഥാർത്ഥ്യമുണ്ട്. കേരളത്തിൽ ഈ ബുദ്ധിജീവികളുടെ ആവശ്യമൊന്നും കേരളത്തിലെ പുതുതായി സമരം ചെയ്യുന്ന പുതിയ മൊബിലിറ്റി നേടിയിട്ടുള്ള പുതിയ സമൂഹത്തിന് ആവശ്യമില്ല. ആ സമൂഹത്തിൽ നിന്ന് ഒരുപാട് പുതിയ എഴുത്തുകാർ വന്നിട്ടുണ്ട്. അവർക്ക് സംവാദന സ്ഥലങ്ങളുണ്ട്, ആ സംവാദത്തിൽ ഉൾപ്പെടുന്നവരുണ്ട്. അവർക്കൊന്നും പാടെ അവഗണിച്ചവരാണ് ഇവർ. പക്ഷേ മുഖ്യധാര മാധ്യമങ്ങൾ അത് കാണുന്നുണ്ടാവില്ല. പക്ഷേ മുഖ്യധാര മാധ്യമങ്ങളുടെ ഇടങ്ങളാണ് ഈ പറഞ്ഞ പരമ്പരാഗത ബുദ്ധിജീവികളാണ്. നമ്മൾ ഗ്രാംഷ്യൻ സങ്കല്പം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ നമ്മുടെ കേരളത്തിലെ ഒരു ബഹുഭൂരിപക്ഷം ബുദ്ധികളും ജൈവ ബുദ്ധിജീവികളല്ല, അതായത് പുരോഹിതന്മാർ പരമ്പരാഗത സമൂഹത്തിൽ നിർവഹിച്ച പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നി വിദേശ പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിന് കുറച്ച് അപ്പം ഇങ്ങനെ ചിതറുക, അത് ഇൻറ്റേർണലൈസ് ചെയ്താണോ എനിക്ക് പല സംശയമുണ്ട്, ചിതറുക. അതുപോലെ തന്നെ ഇവിടുത്തെ വ്യവസ്ഥാപിതമായ രാഷ്ട്രീയത്തെ ന്യായീകരിക്കാൻ വേണ്ടി ചില കാര്യം പറയാം. ഇതിലൊരു വ്യത്യസ്തമാണ് ഫാസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ നിലപാട്. അപ്പം ഞാൻ പറഞ്ഞില്ല, കേരളത്തിൻ്റെ അകത്ത് ഒരു രാഷ്ട്രീയ സംവിധാനം പ്രത്യേകിച്ച് ശക്തമായിട്ടൊരു ഇടതുപക്ഷ ഒരു രാഷ്ട്രീയവും ഒരു കീഴാള രാഷ്ട്രീയവും പ്രത്യേകിച്ച് ഇസ്ലാമായി ബന്ധപ്പെട്ട് മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രീയം കേരളത്തിൽ നിൽക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു ആശയധാരയിൽ ഫാസിന് വളരെ കുഞ്ഞു സ്പേസേ ഉള്ളൂ. അതായത് ഈ ആശയ ലോകത്തിൽ രാഷ്ട്രീയമായിട്ട് അവർക്ക് മറ്റു ഇടപാടുകളുണ്ട്, നമുക്കറിയാം ആശയം. അപ്പോൾ ആ ആശയലോകത്ത് നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് അതിനെ എതിർക്കാൻ, അതുകൊണ്ട് നമ്മളതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് കേരളത്തിലെ ആശയലോകത്താണ്. ഈ മനുഷ്യർക്കാണ്. കേരളത്തെ കീഴാളരും മുസ്ലിങ്ങളും ഇടതുപക്ഷക്കാരായിട്ടുള്ള വലിയൊരു ലോകമുണ്ട്. ആ മനുഷ്യർ സൃഷ്ടിക്കുന്ന ഒരു ആശയലോകത്താണ് ഇവർ വർത്തിക്കുന്നത്. പക്ഷേ ഇവർ മറ്റു കാര്യങ്ങൾ വരുമ്പോൾ ഇവരുടെ നിലപാടുകളൊക്കെ തന്നെ വളരെ മോശപ്പെട്ട നിലപാടുകളിലേക്ക് മാറുന്നു. അല്ല, അതിലൊരു പ്രശ്നം യഥാർത്ഥത്തിൽ ചില വിഷയങ്ങളിൽ ഉദാഹരണത്തിന് കർശനമായ പൊസിഷൻസ് എടുക്കുന്ന സമയത്ത് വലിയ അറ്റാക്കാണ് പലപ്പോഴും വരുന്നത്. സമീപകാലത്ത് ഞാൻ ഒരു കാര്യം കണ്ടത്, KN കുഞ്ഞഹമ്മദ് ഇവിടെ ഒരു സെമിനാറിൽ പ്രസംഗിച്ചിരുന്നു. ഫാസിസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചുള്ള സെമിനാറാണ്. അതിനെ തുടർന്ന് വന്നിരിക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് സ്പേസ് കൊടുക്കലാണോ DYFIയുടെ ചുമതല എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് വന്നു. അത് KN തന്നെ അതിനോട് റിയാക്ട് ചെയ്തത് ജനാധിപത്യ സ്പേസിൽ പോലും സംഘപരിവാരത്തിൻ്റെ ഏർപ്പാടുകൾ കേൾക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിലൊരു പ്രശ്നം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ സാംസ്കാരിക പശ്ചാത്തലത്തിൽ കൂടുതലായിട്ട് വലതുപക്ഷ ആശയങ്ങൾ അല്ലെങ്കിൽ സംഘപരിവാര ആശയങ്ങൾ കൂടുതൽ വളർന്നു വരുന്നു. കീഴാള ന്യൂനപക്ഷ വിഭാഗങ്ങളോട് വലിയ ഒരു എതിർപ്പ് ഈ പറയുന്ന ഒരു സാംസ്കാരിക തലത്തിലെങ്കിലും ശക്തിപ്പെട്ടു വരുന്നതായിട്ട് കാണാൻ കഴിയും. സാംസ്കാരിക തലത്തിൽ മനസ്സിലാക്കും മുഖ്യധാര വരേണ്യ നിയന്ത്രണമുള്ള, അതായത് ഉപരിജാതികൾ നിയന്ത്രിക്കുന്ന സംസ്കാരത്തിനകത്ത് അതുണ്ടായിരിക്കാം. പക്ഷേ ഒരു ബഹുജന സംസ്കാരത്തിനകത്തില്ല. KNI ബന്ധപ്പെട്ട് ഈ പരാമർശം ഞാൻ കണ്ടിരുന്നു. ഞാൻ അന്ന് ആലോചിച്ചു, ഇത് പ്രതികരിക്കപ്പെടേണ്ട വിഷയമാണ് നമുക്ക്. പക്ഷേ KNന്റെ പുസ്തകങ്ങൾ കൂടുതലും പ്രസിദ്ധീകരിച്ച് നമുക്കറിയാം ചിന്തയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആശയമണ്ഡലം ഇടതുപക്ഷത്തോടും CPM ചേർന്ന് നിൽക്കുന്നതാണ്. അദ്ദേഹം പുകാസയുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനുമാണ്. അദ്ദേഹം ഒരു എന്താ പറയുക നവഫാസ്റ്റ് വിമർശനം നടത്താറുണ്ട്, കീഴാള രാഷ്ട്രീയത്തെ അനുകൂല നിലപാടെടുക്കാറുണ്ട്. കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നം അവതരിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു അസ്തിത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം നിലനിൽക്കുന്ന ഈ ഇടതുപക്ഷ രാഷ്ട്രീയം ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുഖ്യധാര ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ആണ്. കാര്യം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചവരാണ്. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് പ്രതികരിക്കും നമ്മൾ നോക്കുമായിരുന്നു. ഈ അദ്ദേഹത്തിന് അകമഴിഞ്ഞ പിന്തുണ വരേണ്ടിയിരുന്ന സ്ഥലമാണത്. വന്നില്ല. അതെന്തുകൊണ്ട് വന്നില്ല? കാര്യം ഇടതുപക്ഷ ഒരു ബുദ്ധിജീവി താരം ആലോചിക്കണം, അവരെന്തിനും പ്രതികരിക്കുന്നവരാണ്. പിണറായി വിജയന് വേണ്ടി ആവശ്യമില്ലാതെ അനാവശ്യവും ഒക്കെ പല ഘട്ടങ്ങളിലും പരസ്യമായി ഫേസ്ബുക്ക് എഴുതുകയും എന്നൊക്കെ എത്ര എഴുത്തുകാർ കേരളത്തിലുണ്ട്. എവിടെയാണ് ഇവരെ പ്രതികരണം? അതായത് ഇടതുപക്ഷത്തിൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അകത്താണ് അഭിപ്രായം വന്നുകൊണ്ട് അതിന് നിശ്ചിതമായി വിമർശിക്കുകയും അതിനെ തിരുത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് ഇടതുപക്ഷ പ്രവർത്തകരല്ലേ. കാസയിൽ തന്നെ അതിനകത്ത് വളരെ പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാരുണ്ട്. സ്ഥിരം ഫേസ്ബുക്കിലുള്ള അശോകൻ ചെരുവിലൊക്കെ ഉള്ള ആളുകളൊക്കെ അവരൊന്നും അതിനകത്തൊന്നും ഒരു പ്രതികരണം നടന്നില്ല. ഇല്ല, എഴുത്തുകാരും അക്കാദമിക്കുകളും. അദ്ദേഹം ഒരു അധ്യാപനം കൂടിയാണല്ലോ. KN അധ്യാപനമുണ്ട്. അപ്പോൾ ഞാനൊരു അധ്യാപക സമൂഹത്തിന് പ്രതികരണം വരും. കാരണം ഇടതുപക്ഷ അധ്യാപക സമൂഹം ഈ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന പല ആൾക്കാരുണ്ട്, അവിടെയും പ്രതികരണം ഇല്ലായിരുന്നു. അങ്ങനെ എന്തുകൊണ്ട് ആ നിശബ്ദത ഒരുപക്ഷെ KNനെതിരെയുള്ള ഒരു പരാമർശത്തെക്കാൾ ചർച്ച ചെയ്യേണ്ടത് ആ പരാമർശം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ ആ പരാമർശത്തെക്കാൾ നമ്മൾ ഗൗരവമായി ഭയപ്പെടേണ്ടത് ഈ നിശബ്ദതയാണ്. ഈ നിശബ്ദത എന്ന് പറഞ്ഞാൽ KN ഒരുപക്ഷെ ഇതിൻ്റെ അകത്ത് ഒരുപക്ഷെ ദുർബലനായിരിക്കാം.
ഒരുപക്ഷെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിനെന്തോ അദ്ദേഹം അപ്പോൾ അധികാര ബലതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ പലപ്പോഴും നിലപാടെടുക്കുന്നത്. ഇത് ഇവരുടെ കാപട്യം, ഇവർ നഗ്നരാണ്. അധികാര ബലതന്ത്രത്തനുസരിച്ച് മാത്രം നിലപാടെടുക്കുന്നവരാണ് ഇവർ. ഇതുപോലെ തന്നെയാണ് മാവോയിസ്റ്റ് രൂപേഷിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പറ്റുന്ന സമയത്ത് എത്ര പ്രതികരണം സച്ചിദാനന്ദൻ പ്രതികരിച്ചു നമുക്കറിയാം. അദ്ദേഹം സാഹിത്യ അക്കാദമി ചെയർമാൻ നിലയ്ക്കാനെ പ്രതികരിച്ചു. ഞാൻ അദ്ദേഹത്തിന് ഒരു രൂക്ഷ വിമർശനം അദ്ദേഹം അതിൻ്റെ വസ്തുതാപരം എന്നോട് പറയും ചെയ്യുന്നതിനെ പ്രതികരിച്ചു എന്ന്. പക്ഷേ കേരളം എത്ര ഒരു KGS പ്രതികരിച്ചു, എത്ര പേര് പ്രതികരിച്ചു? കേരള ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ അത് തിരുത്താൻ ബാധ്യതപ്പെട്ട് എത്ര പേര് പ്രതികരിച്ചു? നിശബ്ദതയായിരുന്നു. ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം പേര് പറയേണ്ട ഒരു ഇതാണ്. ഈ ഇലക്ഷൻ സമയത്ത് 2 BJP വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിച്ചു, ഇവിടെ പാലക്കാടും തിരുവനന്തപുരത്തും. C. രാധാകൃഷ്ണനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരൻ വന്ന് ഈ അരാഷ്ട്രീയമായിട്ട് ഈ സ്ത്രീകളെ പിന്തുണയ്ക്കുമ്പോൾ അതിനൊരു വിമർശനം ഉന്നയിക്കാൻ പോലും കേരള ബുദ്ധിജീവികൾ തയ്യാറായില്ല. ഞാനൊരു ഒറ്റ എഴുത്തുകാരൻ പ്രതികരണമില്ല. C. രാധാകൃഷ്ണൻ വിമർശിക്കപ്പെടേണ്ട ആളാണല്ലോ. നിങ്ങളുടെ ഒരു എഴുത്തുകാരൻ അദ്ദേഹം ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു, വേറെ ആളാണെങ്കിൽ അപ്പോൾ സംഗീചാപ്പം തൂത്തൂല്ലോ. എന്തുകൊണ്ടും ശബ്ദം പാലിച്ചു വരും. C. രാധാകൃഷ്ണൻ ഇന്ന് ശബ്ദം പാലിച്ചു. കാര്യം C. രാധാകൃഷ്ണൻ ബന്ധപ്പെട്ട് തുഞ്ചൻപറമ്പിലേക്ക് വന്ന് വലിയൊരു അധികാര കേന്ദ്രമുണ്ട്, അവിടെ പ്രവേശനം ലഭ്യമാകില്ലാണ്ട് പല ആൾക്കാരും നിശബ്ദതായിരുന്നു. കംപ്ലീറ്റ് നിശബ്ദത. ഈ ലിറ്ററി ഫെസ്റ്റിവലൊക്കെ നടന്ന കുറേ ആൾക്കാരുണ്ട്, ഇവരൊക്കെ പരിപൂർണ്ണ ശബ്ദയിലേക്ക് മാറി. അപ്പോൾ വ്യാജത, ഒരു കാപട്യം, വ്യാജമായിട്ട് ജീവിത വീക്ഷണങ്ങൾ, വ്യാജമായ തത്വചിന്ത, ഇതൊക്കെ കൊണ്ടു കിടക്കുന്നവരും പ്രത്യേകിച്ച് യാതൊരു സത്സന്ധതയും, അത് ഇൻ്റലക്ച്വൽ ഹോണസ്റ്റി, ഇത് ഞാൻ വീണ്ടും ഈ ഗ്രാംഷ്യൻ സങ്കല്പത്തിലെ പരമ്പരാഗത ബുദ്ധിജീവികളാണ് ഇവർ. ഈ ഒരു പൗരോഹിത്യം, അതായത് ഒരിക്കൽ B. രാജുവിനെ വിമർശനം, ഇവർ പുതിയ പുരോഹിതന്മാരാണ്, പൗരോഹിത്യത്തിൻ്റെ പണികളാണ് ഇവർ നിർവഹിക്കുന്നത്. ഇവരെന്താ ചെയ്യുന്നത്? ഇവർ അനുഷ്ഠാനപരമായി ചെയ്യുന്ന കാര്യങ്ങൾ നിർവഹിക്കുന്നു ഇവർ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് CPM നിലപാടുണ്ട്, ഫാസ്റ്റ് വിരുദ്ധ നിലപാട്, അതിൻ്റെ ഭാഗമായിട്ട് അനുഷ്ഠാനം നിർവഹിക്കുന്നു. അവർ നാളെ നിലപാട് മാറ്റിയാൽ ഇവരും മാറും. അത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഇവർ ആ നിലപാട് നാളെ ഏതൊരു കാരണവശാൽ ഇതിൻ്റെ അകത്തും വേറെ നിലപാട്, ആ നിലപാട് സ്വീകരിക്കും. അപ്പോൾ ഈ പരമ്പരാഗത ബുദ്ധിജീവികളാണ് കേരളത്തിലെ ബഹുഭൂരിഷ ആൾക്കാരും. അത് ഇടതായിക്കോട്ടെ, ഈ സാംസ്കാരിക മേഖല നിൽക്കുന്ന പല ആൾക്കാരും, കോളേജ് അധ്യാപകർ, അക്കാദമികളെല്ലാം തന്നെ ഈ ഒരു വിഭാഗമാണ് ഈ കേരളത്തിൻ്റെ. പക്ഷേ അതൊരു വശമാണെങ്കിലും ഇതല്ലാത്തൊരു മേഖല ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അത് നമ്മൾ നോക്കുന്ന സാറ് നേരത്തെ പറഞ്ഞ പോലെ അവർ ഒരുപക്ഷെ ഈ പൊതുസമൂഹത്തിൽ വിസിബിൾ ആയിരിക്കില്ല, പക്ഷെ അവരുടെ എഴുത്തുകളൊക്കെ നമുക്ക് പല സ്ഥലത്തും ലഭ്യമാണ്. പല പ്രസിദ്ധീകരണങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് പുതിയ എഴുത്തുകാരുണ്ട്, വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. അവരൊക്കെ ഒരുപക്ഷെ അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു ചിന്താപരമായിട്ടുള്ള ഒരു ജൈവശക്തി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, അവർ പുതിയ ആശയങ്ങളെ, പുതിയ സമരങ്ങളും പുതിയ അവകാശ രാഷ്ട്രീയ ബന്ധപ്പെടുത്തിയാണ് അവർ പറയുന്നത്. വെറുതെ പേരിന് വേണ്ടി ഒന്നും എഴുതിവിടല്ല. വളരെ അപൂർവമായിട്ടായിരിക്കും അവരെ പൊതുവേദികളിൽ, പൊതുസ്ഥലങ്ങളിൽ സംസ്കാരം കാണുന്നത്. തീർച്ചയായിട്ടും പറയുന്ന കാര്യം മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രീയ ബന്ധപ്പെട്ടും കീഴാള രാഷ്ട്രീയ ബന്ധപ്പെട്ട എഴുത്തുകാരും ബുദ്ധികളെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരുപാട് സ്വതന്ത്രമായിട്ട് നിലപാടുള്ളവർ. ഞാൻ ആ സ്വതന്ത്രം എന്ന് പറയുമ്പോൾ അതൊരു പഴയ അർത്ഥത്തിൽ സ്വന്തം നിലപാടെന്നല്ല പറഞ്ഞത്. പക്ഷേ അവർ ഈ അധികാര വ്യവസ്ഥയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നിൽക്കുന്നവരല്ല. അവർ സ്വന്തം നിലപാടുകളാണ് പറയുന്നത്. അവർ അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയ കാര്യങ്ങളാണ് നിരീക്ഷിക്കുന്നവരും എഴുതുന്നതും. അവർ നല്ല സൈദ്ധാന്തികരുമാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവർ പ്രത്യക്ഷത്തിൽ നമ്മുടെ ഈ പൊതുസമൂഹം അല്ലെങ്കിൽ പൊതു സംസ്കാരത്തെ കാണാൻ, അത് ഒരുപക്ഷെ ഒരു 5-10 വർഷത്തിനകം അവരായിരിക്കും യഥാർത്ഥത്തിൽ കേരളത്തെ മുന്നോട്ട് നയിക്കാനുള്ള ശേഷിയുള്ള. കാരണം അവർ വളരെ ജെന്യൂൻ ആയിട്ടുള്ള പൊസിഷൻസ് എടുക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അങ്ങനെ പ്രതീക്ഷിക്കണം. കാരണം അങ്ങനെയാണ് നമ്മൾ പ്രത്യാശിക്കേണ്ടത്. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രത്യാശിക്കുമ്പോഴും കേരളത്തിലെ ഈ ഒരു അടഞ്ഞ സാമൂഹ്യ വ്യവസ്ഥയ്ക്കകത്ത് പലപ്പോഴും നമ്മൾ കാണുന്നത് ഇത്തരം പുതിയ അന്വേഷണങ്ങളെയൊക്കെ തന്നെ അവഗണിക്കാനും അവരെയൊക്കെ ഒഴിവാക്കാനും തൃണവൽക്കരിക്കാനും പലപ്പോഴും അരികുവൽക്കരിക്കാനുള്ള ശ്രമം കാലങ്ങളായി നടന്നത്. ഇപ്പോൾ കേരളത്തിൽ നോക്കുക, അപ്പോൾ KK കൊച്ചിനെ പോലെ സൈദ്ധാന്തികൻ കേരളത്തിൽ 90 മുതൽ സജീവമാണ്. 90 മുതൽ തന്നെ അദ്ദേഹം, 90 അതിന് മുമ്പ് തന്നെയുണ്ട്, അദ്ദേഹം ML പ്രസ്ഥാനം ബന്ധപ്പെട്ട് ആ പുസ്തകം സംസ്കാരവും കലാപവും എന്ന പുസ്തകം 90 പുസ്തകം. അന്നൊന്നും ആ പുസ്തകം ചർച്ച ചെയ്യപ്പെട്ടില്ല. പിന്നീട് എന്തുകൊണ്ടാണ് KK കൊച്ചി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സൈദ്ധാന്തികനായി മാറിയത്? കേരളത്തിൽ ഞാൻ ഈ പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞത്, കേരളത്തിൽ കീഴാള രാഷ്ട്രീയം നമ്മുടെ ഭാവോത്വത്തെ മാറ്റി അതിൻ്റെ അദ്ദേഹം തിരിച്ചറിയപ്പെടുകയും വായിക്കപ്പെടുകയും പുതിയ തലമുറയുടെ സത്യത്തിൽ നമ്മൾ നോക്കിയാൽ KK കൊച്ചിനെ വായനയിലേക്ക് കൊണ്ടുവന്ന് ഈ പരമ്പരാഗത ബുദ്ധിജീവികളല്ല, കേരളത്തിലെ പുതിയ തലമുറയാണ് കൊണ്ടുവന്നത്. ആ പുതിയ തലമുറ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കണ്ടെത്തിയും അങ്ങനെയാണ് KK കൊച്ചിൻ്റെ ഒരു വാസ്തവ പറയുന്ന ഒരു ശ്രദ്ധയാവുന്നത്. ഇതുപോലെ കേരളത്തിൽ ഒട്ടനവധി മറ്റൊരുപാട് ചിന്തകരുണ്ട്, എഴുത്തുകാരുണ്ട്, വളരെ സൂക്ഷ്മമായ രാഷ്ട്രീയം പറയുന്നവരുണ്ട്, വളരെ വ്യത്യസ്തമായ രാഷ്ട്രീയം പറയുന്നുണ്ട്, സൈദ്ധാന്തികം അടിത്തറയുള്ളവരുണ്ട്. ഇവരൊക്കെ തന്നെ അവഗണിക്കപ്പെടുന്ന ഈ മാധ്യമങ്ങളുടെ, മുഖ്യധാര മാധ്യമങ്ങൾ ഇവരെ വളരെയധികം. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സാഹിത്യത്തെക്കുറിച്ചുള്ള ഈ പരമ്പരാഗതമായിട്ട് ചില സംഹിതകൾ ഇതൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്. ഇതൊക്കെയാണ് കേരളത്തിലെ എന്താ പറയുക നമ്മുടെ ഭാവത്തിന് വേണ്ടി. അല്ല, അതിനൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ മുഖ്യധാരയിലെ മാധ്യമങ്ങളുടെ സ്വഭാവം കൂടിയായിരിക്കും. കാരണം പുതിയ എഴുത്തുകാരെ, പുതിയ ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള പരിപാടി പൊതുവിൽ നമ്മുടെ മെയിൻ സ്ട്രീമിലുള്ള പ്രസിദ്ധീകരണങ്ങൾക്ക് ഇല്ല എന്നാണ് തോന്നുന്നത്.
അല്ല, നമ്മുടെ കേരളത്തിലെ ഒരു ഗിഫ്റ്റ് എക്കോണമി പോലെയാണല്ലോ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്ന പൊതുവിൽ നോക്കുകയാണെങ്കിൽ. നിങ്ങൾ അവിടെ ഇരിക്കുന്ന ഇപ്പോൾ അത് ഇപ്പോഴും ഞാനത് പേര് നമ്മൾ വളരെ വരിഷ്ഠരായ പത്രാധിപർമാർ മുതൽ നമ്മൾ കാണുന്ന കാര്യത്തിനെങ്കിൽ അതൊരു ഇക്കോസിസ്റ്റം അവരുടെ ഉണ്ടാവും. അതേ ബന്ധപ്പെട്ട എഴുത്തുകാരും അതേ ബന്ധപ്പെട്ട ആൾക്കാരാണ് വിസിബിലിറ്റി കിട്ടുക. നിങ്ങളതിൻ്റെ പുറത്താണെങ്കിൽ അല്ലെങ്കിൽ അതിനോട് അധികം ചേർന്ന് പോകാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങളുടെ വിസിബിലിറ്റി ഉണ്ടാവില്ല. കാര്യം നിങ്ങൾ പെരിഫറി ഞാൻ പുതിയ കാര്യമല്ല. തമാശയുള്ളൊരു കഥ പറയാം. സുകുമാർ അഴീക്കോട് കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു പത്രത്തിനെതിരായിട്ട് ശക്തമായിട്ടുള്ള ഒരു വിമർശനം ടൗൺ ഹാളിൽ ഉന്നയിച്ചു. വാരാന്തക പതിപ്പ് എന്ന് പറഞ്ഞു. പിറ്റത്തെ ദിവസം മുതൽ അതിൻ്റെ പേര് പത്രത്തിൽ നിന്ന് ഏതാണ്ട് മരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ആ ബാൻ ഒഴിവാക്കി. ഇതാണ് കേരളത്തിലെ സാംസ്കാരിക പത്രപ്രവർത്തനത്തിൻ്റെ ഒരു സ്വഭാവം. പത്രത്തിന് പേരും എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് പറയാത്തതാണ്. അല്ല, ഇതൊക്കെ ഈ പ്രവണതയൊക്കെ കേരളത്തിൽ ദീർഘകാലമായിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഗിഫ്റ്റ് ഇക്കോണമി, ഒരു ഗിഫ്റ്റ് കൊടുത്താൽ നമുക്കൊരു ഗിഫ്റ്റ് വരുന്ന തരത്തിൽ അങ്ങനെ വ്യവസ്ഥയാണ് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു എന്താ പറയുക, വളരെ മൂല്യബദ്ധമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള മൗലികമായ അന്വേഷണങ്ങൾക്ക് സ്പേസ് കിട്ടാൻ വളരെ ദുർബലം. അതൊന്നും അങ്ങനെ വളരെ വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമാണ്. അതൊന്നും എളുപ്പത്തിൽ കിട്ടുന്ന കാര്യമില്ല. കേരളം അങ്ങനെ നമ്മുടെ വരേണ്യത ജാതിബദ്ധമാണ്, ഈ രീതിയിലൊരു വ്യവസ്ഥാബദ്ധമാണ്. ഇനി അത് നമ്മൾ നോക്കിയാൽ തികച്ചും സവർണം എന്ന് പറഞ്ഞാൽ നവസവർണരും പല ആൾക്കാരും സവർണ സമൂഹത്ത് വന്നാവണമെന്നില്ല, നവസവർണം കൂടി ഇതിൻ്റെ അകത്തുണ്ട്. ഇതൊക്കെ കൂടി ചേർന്നിട്ടൊരു വ്യവസ്ഥാപിതം ഉണ്ടാക്കിയ ഈ ഗിഫ്റ്റ് ഇക്കോണമിയിലും ഈ കൾച്ചറിൻ്റെ അകത്തും പ്രവർത്തിച്ചവർ മാത്രം വിസിബിലിറ്റിയോ അല്ലെങ്കിൽ അംഗീകാരമുള്ളൂ. ഇവർക്ക് ഇതുപോലെ തന്നെ ചില സൗകര്യം. അതുകൊണ്ടാണ് ഇവർ ഈ ഒരു അതിജീവനത്തെ പ്രശ്നം കൊണ്ട് ഇവരെന്തുകൊണ്ടാണ് ഈ വ്യവസ്ഥയെ ന്യായീകരിക്കുന്നത്? അവർക്കറിയാം ഈ പറഞ്ഞ പോലെയാണ്. അഴീക്കോട് സാറിൻ്റെ കാര്യം പറഞ്ഞല്ലേ, ദ മോമെന്റ് വിമർശനം ഇവർ പുറത്താ, പിന്നെ അവർ കേരളത്തിൽ പ്രവേശനമില്ല. ആ ഭയം കൂടി കൊണ്ടാണ് ഇവർ ഈ അഭിപ്രായമൊക്കെ പറയുന്നത്. എന്തൊരു ഭീരുത്വമാണ് കേരളത്തെ സാംസ്കാരിക മേഖലയിൽ. അല്ല, ആ തരത്തിൽ അങ്ങനെയായിരുന്നു കേരളത്തിൽ. പല എഴുത്തുകാരും വളരെ ശക്തമായ നിലപാടുകൾ എടുത്തിരുന്നു പലപ്പോഴും. പക്ഷെ അധികാര വ്യവസ്ഥയെ വിമർശിക്കുന്നതിന് ആരും പഠിച്ചിരുന്നു. പക്ഷേ സാംസ്കാരിക രംഗത്തുള്ള ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ വിമർശിക്കാൻ വളരെ എല്ലാവരും മടിച്ചിട്ടുണ്ട്. പത്രമുതലാളിമാർ, പത്രസ്ഥാപനങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതിനെ വിമർശിക്കൽ വളരെ പ്രയാസമുള്ളൊരു സംഗതിയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഗവൺമെൻറ് പോലെ തന്നെ സർക്കാരും രാഷ്ട്രീയ പാർട്ടി പോലെ മാധ്യമം ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള അധികാര കേന്ദ്രമാണ്. നിങ്ങൾ മാധ്യമ മുതലാളിമാരെ വിമർശിക്കുക എളുപ്പമൊന്നുമല്ല. കേരളത്തിൽ വിമർശിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടി വിമർശിച്ചാൽ പിന്നെയും വേറൊരു രാഷ്ട്രീയ പാർട്ടി നിങ്ങൾക്ക് സ്പേസ് തരും. മാധ്യമ സ്ഥാപനം വിമർശിച്ചാൽ ഒരു മാധ്യമ സ്പേസ് ഇല്ല. ആ പേര് നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും കൂട്ടായിട്ട് നിങ്ങൾ ഇല്ലാതാക്കും. അല്ല, അതിൻ്റെ കാര്യം ഇംഗ്ലീഷിലൊക്കെ വെച്ചാൽ ഒരു മീഡിയ ക്രിറ്റിസിസം ഉണ്ട്. ഇപ്പോൾ ഒരു പത്രത്തിനെതിരായിട്ട് മറ്റേ പത്രങ്ങളിൽ ഒരു വിമർശനം വയ്ക്കുക, ഒരു മടിയും റൂത്ത്ലെസ് ആയിട്ട് വിമർശിക്കുക. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കാണാം ഇന്ത്യയിലെ പല പത്രങ്ങൾ. പക്ഷെ കേരളത്തിൽ ഒരിക്കൽ പോലും ഒരു പത്രത്തിനെതിരായിട്ട് മറ്റേ പത്രം ഒരു വാർത്ത പോലും കൊടുക്കുകയോ ആ ഒരു പത്രവുമായിട്ട് ബന്ധപ്പെട്ട വിമർശനങ്ങൾ പരസ്യമായിട്ട് പറയുകയോ ചെയ്യാൻ കംപ്ലീറ്റ് മുക്കുന്നൊരു പരിപാടി ഞാൻ സ്ഥിരമായിട്ട് കണ്ടു. അത് വളരെ 40 വർഷമായിട്ട് ഞാൻ കാണുന്നത്. അതെ, നമ്മൾ ആലോചിക്കും ഒരു മത്സരാധിഷ്ഠിതമായിട്ടൊരു സമൂഹത്തിൽ മത്സരാധിഷ്ഠിതമാണല്ലോ ഈ വ്യവസായം. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ഗോയങ്ക പേപ്പേഴ്സിലൊക്കെ TGS ജോർജ് പറഞ്ഞ ഗോയങ്കയെക്കുറിച്ച് പല വിമർശനം നയിക്കണം. ഇത്തരം വിമർശനങ്ങൾക്കെല്ലാം സ്പേസ് കൊടുക്കാൻ തയ്യാറായിരുന്നു അദ്ദേഹം. ഈ മറ്റ് മാധ്യമങ്ങൾ വിമർശിക്കുന്നതിന് ഒരു മടിയുണ്ട്. അതിലൊക്കെ ഒരു പക്ഷേ മത്സരത്തിന് താല്പര്യമുണ്ട്. ഇവിടെ മത്സരത്തിൻ്റെ താല്പര്യം കൂടി അവഗണിച്ചാണ് ഈ വ്യവസ്ഥ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അത് ഈ വ്യവസ്ഥയുടെ ഭാഗമാണ് കേരളം. എന്നാൽ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞ് ഇതിന് തിരുത്താൻ ശ്രമിക്കേണ്ട ബുദ്ധികൾ തിരുത്താൻ തയ്യാറല്ല. അവർ പറയും. പിന്നെ ഈ കേരളത്തിൽ ഇതുപോലെ വേറൊരു പ്രവണത കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ കേരളം വ്യത്യസ്തരായിട്ടുള്ള അനേകം ബുദ്ധിജീവികളും എഴുത്തുകാരുണ്ട്. അതായത് പഴയ തലമുറയിൽപ്പെട്ട എഴുത്തുകാരെ പറഞ്ഞത് ഇവർക്കൊന്നും ഇവരുടെ മൗലികത തന്നെ അവരുടെ വ്യതിരിക്തമായ ആശയങ്ങളാണ്. പക്ഷേ ഇപ്പോൾ സമീപകാലമായിട്ട് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ PK ബാലകൃഷ്ണനെയും സുകുമാർ അഴീക്കോട് സാറിനെയും അതുപോലെ തന്നെ ഈ വേറൊരു നിരൂപനയുടെ വേറൊരു എഴുത്തുകാരുടെ ഇവരെല്ലാം തന്നെ ഒരേ മൂശയിൽ ഇവരെല്ലാം നവോത്ഥാനത്തിന് മൂശ ഉണ്ടാക്കി. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ CPM നവോത്ഥാനം ഉണ്ട്. ആ നവോത്ഥാനം മൂശ ഉണ്ടാക്കി. അതിലേക്ക് എല്ലാവരും ഈ PK ബാലകൃഷ്ണൻ വളരെ ഈ നവോത്ഥാന സംസ്കാരത്തെ കൂടെ ക്രിട്ടിക്ക് ചെയ്ത് വന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തിലല്ലാതെ പ്രബലമായിട്ടുള്ള ആശയമാണ്. ടിപ്പു സുൽത്താനെ കുറിച്ച പുസ്തകം എപ്പോൾ എഴുതി? അതൊക്കെ കേരളത്തിൽ അവഗണിക്കപ്പെട്ട പുസ്തകങ്ങളാണ്. വേറൊരു തലമുറ വന്നാണ് വായിച്ചിട്ടുള്ള പുസ്തകം. അങ്ങനെ എഴുത്തുകാരനാണ് ഇപ്പോൾ ഈ മൂശയിലാണ് കൊണ്ട് സ്ഥാപിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ മൗലികത പോലും ഇല്ലാതാക്കുന്ന ഒരു രാഷ്ട്രീയ പ്രോജക്റ്റാണ്. ആ രാഷ്ട്രീയ പ്രോജക്റ്റ് എല്ലാത്തിനെയും സമീകരിച്ചും ഒരു ഏകശിലാ രൂപത്തിലും ഒരു വ്യവസ്ഥയ്ക്ക് വേണ്ടി രൂപാന്തരപ്പെടുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ, അത് കേരളത്തിലെ ഏറ്റവും അപകടകരമായിട്ടൊരു ബുദ്ധിജീവി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് പല ആൾക്കാരും കൂട്ടുനിൽക്കുന്നുണ്ട്. പല ആൾക്കാരും ഇവരൊക്കെ തന്നെ വ്യവസ്ഥയുടെ ഭാഗമായി നിൽക്കുന്നവരും അതിനോട് മാത്രം ഒരു ഭാഗത്ത് ഇവർ പറയുന്നൊരു കാര്യം ഞാൻ വീണ്ടും ഫാസ്റ്റ് വിരുദ്ധതയാണ് ഇവരെടുത്ത് പറയുന്ന കാര്യം. ആ ഫാസ്റ്റ് വിരുദ്ധ ഞാൻ പറഞ്ഞില്ല, കേരളത്തിൻ്റെ ഒരു ആശയലോകത്തിൻ്റെ ഒരു സാധ്യതയാണത്. അല്ലാണ്ട് ഇവരുണ്ടാക്കിയൊന്നുമല്ല. അവരില്ലെങ്കിലും ആ ആശയലോകം നിൽക്കും. തീർച്ചയായിട്ടും അവരുടെ സ്വീകാര്യമാണത്. കാര്യം മാത്രം ജനാധിപത്യപരമാണ്. പക്ഷേ അത് ഉൾക്കൊണ്ട ജനാധിപത്യമല്ല. അത് പലപ്പോഴും കാണുന്ന ഇതൊരു പ്രകടനപരതയിലേക്ക് പലപ്പോഴും പോകുന്നൊരവസ്ഥ. കാര്യം കേരളത്തിലെ മുസ്ലിം സംഘടന എടുത്താലും, കേരളത്തിലെ കീഴാള സംഘടന എടുത്താലും, കേരളത്തിലെ ഇടതുപക്ഷ സംഘടന എടുത്താലും, കേരളത്തിൽ അവരുടെ രാഷ്ട്രീയ ആശയങ്ങളിൽ മുഖ്യ ആശയം എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് വിരുദ്ധമായിട്ടുള്ള ആശയമാണ്.
അതുകൊണ്ട് അവർ അതുമായി ബന്ധപ്പെട്ട് നിരവധി പരിപാടി നടക്കും. ഇവരൊക്കെ ക്ഷണിക്കപ്പെട്ട അതികളായിട്ടാണ് അവിടെ പോകുന്നത്. അത് നാളെ അതിൻ്റെ എന്തെങ്കിലും തന്നെ ക്ഷീണം സംഭവിക്കാൻ രാഷ്ട്രീയ ക്ഷീണം ഈ നിശബ്ദമായി ഇവർ നിശബ്ദയിലേക്ക് കടക്കും. KEനോട് കാണുന്ന നിശബ്ദം ഒരു നിമിഷം വരെ മടിക്കില്ല. അവിടെയൊരു പ്രശ്നം എനിക്ക് തോന്നുന്നത്, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം റോമില താപ്പറിൻ്റെ ആത്മകഥ വായിക്കുകയായിരുന്നു. അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് സംഘപരിവാരം വന്നതിന് ശേഷം നടത്തിയിരുന്ന കടന്നാക്രമണങ്ങൾ, അതിൽ മെയിനായിട്ടുള്ള സംഗതി ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ലാതാക്കുക, വിമർശനാത്മകമായ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു തലമുറയെ കംപ്ലീറ്റ് ആയിട്ട് മുളയിലെ നുള്ളിക്കളയുക. ഇത് ദേശീയ തലത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രവണതയാണ്. അതുകൊണ്ടാണ് NCERTയുടെ ക്രിട്ടിക്കലായിട്ടുള്ള വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങൾ ഒഴിവാക്കിയിട്ട് ചരിത്രം തന്നെ വലിയ എഡിറ്റ് ചെയ്തൊരു പ്രവണത. സത്യത്തിൽ ആ പ്രവണത കേരളത്തിലും സംഭവിക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരില്ലേ? ഫാഷിസ്റ്റ് പ്രവണതയും കേരളത്തിലെ പ്രവണതയും രണ്ട് വ്യത്യസ്തമാണ്. ഫാഷിസ്റ്റ് പ്രവണത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഫാഷിസ്റ്റുകൾ എന്ന് വിളിക്കുന്ന ഹിന്ദുത്വ ഫാഷിസ്റ്റുകൾ ഇന്റലക്ച്വലി പ്യൂണി ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ഇന്റലക്ച്വൽ ട്രഡീഷൻ ഇല്ല. അതാണ് നമ്മുടെ ഇന്ത്യയിലെ ഫാഷിസ്റ്റ് ട്രഡീഷന്. ഇത് പറയുമ്പോൾ ജർമ്മനിൽ ഉണ്ടായിരുന്നല്ല. ജർമ്മനിൽ അവർ ഇപ്പോൾ നീഷ്യയിലൊക്കെ അവർ അല്ലെങ്കിൽ ഹൈഡഗറിലെ പോലെ ആൾക്കാരിലേക്ക് അവർ ബന്ധപ്പെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞ അതിനെ ആദർശവൽക്കരിക്കില്ല. ഒരു ഇന്റലക്ച്വൽ ട്രഡീഷൻ അതില്ല. പക്ഷേ അവർക്ക് പറയാവുന്ന ഒരു കുറേ തിങ്കേഴ്സ് ഉണ്ട്. കാൾ ഷ്മിത്ത്, അതുപോലെ ഈ ഹൈഡഗർ. ഇന്ത്യയിലെ ഈ പറഞ്ഞ ഹിന്ദു ടോട്ടലിറ്റേറിയൻ ഫാഷൻ ട്രഡീഷൻ ഒരു ഇന്റലക്ച്വൽ ട്രഡീഷനും ഇല്ല, ഒരു ലെഗസി ഇല്ല. അവർ കൊളോണിയൽ ആയിട്ടുള്ള പാരമ്പര്യങ്ങളെ അങ്ങനെ തന്നെ കൊളോണിയലിസത്തിന്റെ തന്നെ ഏറ്റവും പിന്നെ താപ്പർ വിമർശിക്കുന്നത്. അത് തീർച്ചയായിട്ടും കൊളോണിയലിസത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ പാരമ്പര്യത്തെ ഉൾക്കൊണ്ട ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവർ അരക്ഷിതാവസ്ഥയുണ്ട്, ഒരു ഇൻസെക്യൂരിറ്റി. ആ ഇൻസെക്യൂരിറ്റിയാണ് അവരെ കൊണ്ട് ഇന്ത്യയിൽ തന്നെ ഈ പാഠപുസ്തകം എഡിറ്റ് ചെയ്യിക്കുന്നത്. അവർക്കൊരു ഭയപ്പാടുണ്ട്. ഈ നെഹ്റുവിയൻ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു സവിശേഷത എനിക്ക് നേരം ആ ആത്മവിശ്വാസമായിരുന്നു നെഹ്റുവിയൻ്റെ പ്രത്യേകത. ഡിസ്കവറി ഇന്ത്യയിൽ കാണുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസമാണ് അദ്ദേഹത്തെ പോലെ രാഷ്ട്രീയ നേതൃത്വത്തിന് അന്ന കാലത്തിൽ ഇത് വിശാലമാക്കാനുള്ള ധൈര്യം. അതൊക്കെ ജനാധിപത്യത്തെ തനിക്ക് ഏകാധിപത്യം എല്ലാ അവസര സമയത്തും ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആത്മവിശ്വാസം ഇന്ത്യയുടെ ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ അകത്തുണ്ട്. അത് കോൺഗ്രസിൻ്റെ ഒരു ദേശീയധാരയ്ക്കകത്തുണ്ട്. അതെനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ധാര ഇല്ലാത്തൊരു ട്രഡീഷനാണ് ഈ ഫാഷിസ്റ്റുകളുടെ. അതേപോലെയാണ് കേരളത്തിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ട്രഡീഷൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിന്തയുടെ ട്രഡീഷൻ ഉണ്ട്. കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഒരു ആശയലോകം രൂപീകരിച്ചിട്ടുണ്ട്. അത് കേരള തൊഴിലാളി പ്രസ്ഥാനം എന്നുകൊണ്ട് കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഒരു ആശയലോകത്തൂടെ ഒരു കേരളത്തിൽ അതിൻ്റെ അകത്ത് കാര്യം നവോത്ഥാന ട്രഡീഷൻ്റെ ഭാഗമായിട്ടാണ്. അത് പിൽക്കാലങ്ങളിൽ ഇത് പിൽക്കാലം സംഭവിച്ചാൽ അതിനെ ഒരു അധികാര വ്യവസ്ഥയുടെ ഭാഗമായി മാറുമ്പോൾ അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് സ്വയം ലഘൂകരിക്കപ്പെട്ട ഒരു അവസ്ഥയാണുള്ളത്. അത് തിരുത്തൽ ശക്തിയായിട്ട് ആരും തയ്യാറായില്ല. അല്ല, അവിടെ ഒരു പ്രശ്നം കേരളത്തിൽ ആ ഒരു ട്രഡീഷൻ ഇപ്പോൾ K. ദാമോദരൻ മുതൽ നമുക്ക് മറ്റേ ഇയാളുമായിട്ടുള്ള താരിഖലിയായിട്ടുള്ള ഇൻ്റർവ്യൂ P. ഗോവിന്ദപിള്ള വരെ ചൈനയിലെ ടിയാനൻ സ്ക്വയർ സംഭവം നടന്നപ്പോൾ അതൊരു കറുത്ത പുള്ളിയാണെന്നത് പറഞ്ഞു. വലിയ വില അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നു. ആ നിലയിലുള്ള ചിന്താപരമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇടതുപക്ഷത്ത് പലർക്കും വില കൊടുക്കേണ്ടി വന്നു. അതൊരു സംഭവം, അത് ഉള്ളത് തന്നെയാണ്. ആ ഒരു പാരമ്പര്യം തിരിച്ചു പിടിക്കാൻ എന്തുകൊണ്ടാണ് കേരളത്തിലെ ബുദ്ധിജീവികൾക്ക് ഇന്ന് കഴിയാതെ പോകുന്നത്? കേരളത്തിലെ ബുദ്ധികൾക്ക് കഴിയാതെ ഉദാഹരണം പറയുക, OV വിജയനെ പോലെ ഒരു ചിന്തകൻ കേരളത്തിലുണ്ടായിരുന്നു. നമ്മൾ അദ്ദേഹത്തെ ഒരു എന്താ പറയുക, ഒരു ജേർണലിസ്റ്റിലേക്കോ അല്ലെങ്കിൽ എഴുത്തുകാരനൊക്കെ വലിയ ചിന്ത അദ്ദേഹം ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്, മലയാളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് സ്വന്തമായി ആ മൗലിക അന്വേഷണധാര ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ മുഴുവൻ ആ കാലത്ത് മുഴുവൻ നേരിട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷേ ഞാൻ ആലോചിക്കുന്ന കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയനെ നേരിടുമ്പോൾ വിജയനെ നേരിടുമ്പോഴും ഏതൊരു ബഹുമാനം നിലനിർത്തിയിട്ടാണ്. ചന്ദ്രബാബു പോലെ ആൾക്കാരാണെങ്കിൽ വളരെ രൂക്ഷ വിമർശനങ്ങളിൽ കൂടി ഒരു ബഹുമാനം വിജയന് കൊടുത്തിരുന്നു. ഇന്ന് ആ സഹിഷ്ണുതയും കഴിഞ്ഞൊരു 20-25 വർഷം കൊണ്ട് അത്തരമൊരു പ്രതിപക്ഷ ബഹുമാനവും സഹിഷ്ണുതയും അതുപോലും ഇല്ലാതായി. കാര്യം MN വിജയനെ പോലൊരു ആളോട്, അദ്ദേഹം CPMന്റെ ഭാഗം എന്നതാണ്, വലിയ ചിന്തകനാണ്, അദ്ദേഹം മൗലികമായ അന്വേഷണത്തിലാണ്. പുരയ്ക്ക് മേലെ ചാഞ്ഞാൽ ചന്ദനപരമാണെയും വെട്ടി വീഴ്ത്തുന്നാണ് ബേബി പറഞ്ഞത്. അതെ, ബേബി പറഞ്ഞു. അതൊപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, അതായത് കുലംകുത്തി പോലെ തന്നെ എനിക്ക് നമ്മൾ മറക്കാത്തൊരു പ്രയോഗമാണത്. MN വിജയനെ പോലൊരു നമുക്ക് പല ആൾക്കാർ പല വിയോജിപ്പും MN വിജയൻ മാഷായി ബന്ധപ്പെട്ട് പല നിലപാടുകളെ കുറിച്ചുണ്ടായിരിക്കാം. പക്ഷേ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വതന്ത്ര ചിന്തയുടെയും അന്വേഷണത്തിൻ്റെയൊക്കെ വലിയ ധാരയിൽ ശരിക്കും നവോത്ഥാനതായാലും വലിയൊരു ചിന്തകനാണ്. ആ ഭാഷയും മൗലികമായ അന്വേഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു റാഷണലിസം ഉണ്ട്. ആ വലിയൊരു എഴുത്തുകാരൻ കലാശാല അധ്യാപകൻ എന്ന് പറഞ്ഞ് ചുരുക്കുമെങ്കിൽ മരിച്ച സമയത്ത് എത്രമാത്രം ആ ഒരു നമ്മുടെ ഇന്റലക്ച്വൽ ഒരു ഷ്രിങ്ക് ചെയ്തു, എത്ര ചെറുതായി ആ ഇന്റലക്ച്വൽ സ്പേസ്. അവിടെ ആരെങ്കിലും എഴുതി കൊടുക്കുന്നതാണ് പറഞ്ഞ ആളുടെ അഭിപ്രായം അല്ലത്, അദ്ദേഹത്തിന്റെ പ്യൂണിന്റെയോ ക്ലർക്കിന്റെയോ അഭിപ്രായമാണ്. നമുക്ക് പല കാര്യങ്ങളും അറിയാം, അപ്പോൾ ആ വിഷയത്തിലേക്ക് അധികം പോയിരിക്കാൻ നല്ലത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് ഈ തരത്തിലുള്ള ഒരു വലിയ ചിന്താപരമായിട്ടുള്ള ഒരു ജഡത
ഒരു തരം എന്താ പറയുക ഒരു തകർച്ച അല്ലെങ്കിൽ ഒരു മരവിപ്പ് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രി വളരെ ചിന്താശീലനായിട്ടുള്ള അദ്ദേഹം ധാരാളം വായിക്കുന്ന നെഹ്റിയൻ പാരമ്പര്യമുണ്ട്. ഒരു കേരളത്തിൻ്റെ ഇൻ്റലക്ച്വൽ സർക്കിൾസിൽ കേരളത്തിൻ്റെ സോഷ്യൽ ലൈഫിൽ ഒരു കൾച്ചറൽ ലൈഫിൽ എന്തെങ്കിലും ഒരു പുതിയ ഒരു ചേഞ്ച് നമ്മൾ പ്രതീക്ഷിക്കാവുന്നുണ്ടോ? പുതിയ ചേഞ്ച് പ്രതീക്ഷിക്കണമെങ്കിൽ കേരളത്തിലെ ബുദ്ധിജീവികൾ എല്ലാവരും, കേരളത്തിലെ എഴുത്തുകാരും എല്ലാവരും അദ്ദേഹത്തെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുന്നത് തെറ്റില്ല. പക്ഷേ ആ വ്യവസ്ഥയെ ബന്ധപ്പെട്ട് വിമർശനം ഉണ്ടെങ്കിൽ വിമർശനം ഉന്നയിക്കാനുള്ള ആർജവും അത് മറ്റാവശ്യങ്ങൾക്കല്ല, തേജോവധം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ. കാര്യം തേജോവധം ചെയ്യാൻ പലർക്കും താല്പര്യമുണ്ട്, തേജോവധം നശനം. പക്ഷേ സ്വതന്ത്രമായുള്ള അഭിപ്രായം പറയാൻ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ സ്വീകാര്യമല്ലെങ്കിൽ സ്വീകാര്യമല്ല എന്ന് പറയാനുള്ള ഒരു ആർജവും കേരളത്തിൽ കാണിക്കാൻ അതിനുള്ളൊരു പുതിയ രാഷ്ട്രീയ അന്തരീക്ഷമുണ്ട്. കാര്യം പഴയ വ്യത്യസ്തമായിട്ട് കുറച്ച് ജനാധിപത്യത്തിൻ്റെ അന്തരീക്ഷം എനിക്ക് തോന്നുന്നു, വ്യക്തിപരമായി അനുഭവപ്പെടുന്ന കാര്യം, ജനാധിപത്യത്തിൻ്റെ അന്തരീക്ഷം കുറച്ച് വിപുലപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ. അത് ഞാൻ പൂർണ്ണമായും ഇടതുപക്ഷം കഴിഞ്ഞ 10 വർഷം മുഴുവൻ അങ്ങനെയാണെന്നുള്ള അർത്ഥത്തിൽ ഇനി അത് വിമർശിക്കപ്പെടേണ്ടതാണ്, അന്വേഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ജനാധിപത്യത്തിൻ്റെ ഒരു പുതിയൊരു അന്തരീക്ഷം സ്വാഭാവികമായിട്ടും വന്നിട്ടുണ്ട്. നമ്മുടെ അന്വേഷണങ്ങളും ഇതിലൊക്കെ തന്നെ എല്ലാ സ്ഥലത്തും നമുക്ക് അനുഭവവേദ്യമായിട്ടുള്ള കാര്യമാണ്. ആ നിലയിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ ഉന്നയിക്കാനും കൂടി ഒരു ആർജവും നമ്മുടെ ബുദ്ധികൾ കാണിക്കുകയും സ്വതന്ത്രമായ നിലപാടെടുത്താൽ മതി. സ്വതന്ത്രമായ നിലപാടെടുത്താൽ മതി. ഈ നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥാനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കോളും. പക്ഷേ സ്വതന്ത്രമായ ഒന്നാമത് സ്ഥാനമാനങ്ങൾ ആരെങ്കിലും തരുന്നതാണ്, അവർ ഡൊണേറ്റ്, നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ടതാണെന്നുള്ള ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. എന്തായാലും ശരി, എനിക്ക് തോന്നുന്നത് പുതിയ ഒരു കേരളമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കുറെ കൂടി വായനയുള്ള, കുറെ കൂടി സഹിഷ്ണുതയുള്ള, കുറെ കൂടി ജനാധിപത്യ ബോധമുള്ള ഒരു പുതിയ കേരളം വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. താങ്കൾക്ക് തോന്നുന്നു അങ്ങനെയല്ലേ? അല്ല, നമ്മളങ്ങനെ പ്രതീക്ഷിക്കാം. പക്ഷെ അങ്ങനെ ഉണ്ട്. നമ്മൾ തീർച്ചയായും, ഞാൻ ഇത് തലമുറകൾ തമ്മിലുള്ള എന്താ പറയുക, പുതിയ തലമുറ വളരെ പ്രത്യാശ പഴയ ഒന്നല്ല, നമ്മുടെ എല്ലാ തലമുറയും പെട്ടവരിലും പല ആൾക്കാരും വളരെ ഡിഫറൻ്റായി ചിന്തിക്കുന്നവരും മൗലികമായി ചിന്തിക്കുന്നവരും വ്യവസ്ഥയ്ക്ക് കീഴടങ്ങാത്തവരും സ്വതന്ത്രമായിട്ടുള്ള ക്രിട്ടിക്കൽ, സാർ നേരെ സൂചിച്ച വിമർശനാത്മകമായ ചിന്ത മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരും സ്വതന്ത്ര അഭിപ്രായമുള്ളവർക്ക് ഒരുപാട് പേരുണ്ട്. അവർ അത്ര പെട്ടെന്ന് വിസിബിൾ ആയിരിക്കണം എന്നില്ല, പക്ഷെ അതുണ്ട്. അവർ നിലനിൽക്കുന്നുണ്ട്, അവർ ആശയം മുന്നോട്ട് കൊണ്ടുപോകും. അവരൊക്കെ ആ സ്പേസ് കേരളത്തിലുണ്ട്. ആ സ്പേസ് തന്നെയാണ് ഭാവി കേരളത്തിൽ നിർമ്മിക്കാൻ പോകുന്നത്. ആ സ്പേസ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ കേരളത്തിലുണ്ടായി മാറ്റത്തിനും ഹേതുവിൻ്റെ അഭിപ്രായം. കാര്യം അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. കേരളത്തിൽ ഇന്നത്തെ ഒരു ഭരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ ഈ അസഹിഷ്ണുതയും ഒരു ജനാധിപത്യ വിരുദ്ധതയെക്കുറിച്ചും ഏറ്റവും കൂടുതൽ കേരളം സംസാരിച്ചത് ഈ ഇൻവിസിബിൾ നമുക്ക് തോന്നുന്ന വിഭാഗമാണ്. ആ കൂട്ടരാണ് ഏറ്റവും കൂടുതൽ വളരെ ആർട്ടിക്കുലേറ്റ് ചെയ്തത്. അതിൻ്റെ ഒരു റിസൾട്ടും കൂടിയാണ് ഈ റിസൾട്ട്. അല്ലാതെ ഈ വ്യവസ്ഥാപിതമായ കുറച്ച് ദുരിതമുണ്ട്, അത് കോൺഗ്രസിലുണ്ട്. അവർ ഒരു അക്ഷര കമാന്ന് പറഞ്ഞിട്ടില്ല. കാര്യം അവരൊക്കെ മൗനം ദീക്ഷിച്ച് പേടിച്ചിരിക്കുകയായിരുന്നു. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് ഗവൺമെൻറ് എന്ത് ചെയ്യുന്ന കവിച്ച കിട്ടിയാൽ മതി അതല്ല. പക്ഷെ അതല്ല, ഈ ഇൻവിസിബിൾ ആയിട്ടൊരു പോപ്പുലേഷൻ ഉണ്ട്. പോപ്പുലേഷൻ ഇൻവിസിബിൾ ആയിട്ടൊരു ഇൻ്റലക്ച്വൽ മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു വലിയൊരു വിഭാഗമുണ്ട്. ആ ഒരു ആൾക്കാരാണ് വളരെ കൃത്യമായിട്ട് വിമർശനം, ജനാധിപത്യത്തെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ജനാധിപത്യത്തിന് ആധാരമായിക്കൊണ്ടുള്ള ശരിയായ വിമർശനം നടത്തിയിട്ടുള്ള ആൾക്കാർ. അത് കിഫ്ബിക്കെതിരെ നടത്തിയിട്ടുണ്ടാവും, പല പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് സാമ്പത്തിക നിലപാടുകളെ കുറിച്ചുണ്ടാവും, ആശാസമരമായി ബന്ധപ്പെട്ട വിമർശനം ഉയർത്തിയിട്ടുള്ള പല ആൾക്കാരുണ്ട്. അവരൊക്കെ വീണ്ടും ഇൻവിസിബിളായി. നമ്മൾ നോക്കിയാൽ അവരൊക്കെ പൊതുവെ വീണ്ടും ഇൻവിസിബിൾ. പക്ഷെ അവരവിടെയുണ്ട്. അവരിലാണ് കേരളത്തിൻ്റെ ദൈഷ്ണിക സ്വാതന്ത്ര്യവും ദൈഷ്ണിക ഭാവിയും പ്രത്യാശ പുലർത്തുന്നത്. അവരുണ്ട്, അവരെന്നെയാണ് നയിക്കാൻ പോകുന്നത്.